ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ സോദരന്മാർക്കും സ്നേഹിതർക്കും ഹൃദ്യമായ പ്രഭാതവന്ദനം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തുമാറാകട്ടെ. ഇവിടെ ഒന്നാമതായിട്ട് പൗലോസും തെസ്സലോനിക്ക വിശ്വാസികളും തമ്മിലുള്ളതായ ദൈവത്തോടും കർത്താവിനോടുമുള്ളതായ ആ ബന്ധത്തെക്കുറിച്ച് പറയാം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പിതാവും എന്ത് ചെയ്യണം എന്നുള്ളത് പൗലോസ് പറയുകയാണ്. മൂന്നാമത്, അങ്ങനെ ദൈവം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുള്ള എന്താണ് സംഭവിക്കുന്നത്? ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായി ഈ വേദഭാഗത്ത് നാം കാണുന്നത്. പൗലോസിനും കൂടെയുള്ളവർക്കും തെസ്സലോനിക്ക വിശ്വാസികൾക്കും ദൈവത്തോടുള്ളതായ പൊതുവായൊരു ബന്ധം. നമ്മുടെ ദൈവവും പിതാവുമായവനും. ദൈവം വിശ്വാസികളുടെ പിതാവാണ്. മാത്രമല്ല വിശ്വാസികളുടെ ദൈവമാണ്. ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ആരാധന കൊടുക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം, നന്ദി കാണിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഒന്നും മറക്കാതെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനുമായി വിളിച്ചിരിക്കുന്ന ദൈവത്തിന് യോഗ്യമായിട്ട് നമ്മൾ നടക്കണം. ഇതൊക്കെയാണ് ദൈവം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ പാലിക്കണം. രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നത് ഈ ദൈവം നമ്മുടെ പിതാവാണ്. പിതാവ് എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്ന് പറയാം. ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ എന്നെ കരുതുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ സംരക്ഷിക്കുവാൻ, എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ എന്നെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് തൻ്റെ മക്കളെ എങ്ങനെ ഉത്തരവാദിത്വത്തോടെ സംരക്ഷിക്കുന്നോ അതിലുപരിയായിട്ട്, കാരണം ഈ ലോകത്തിലെ പിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും സ്വർഗസ്ഥനായ പിതാവിന് നമുക്ക് ചെയ്തു തരുവാൻ കഴിയും. കാരണം സർവശക്തിയുള്ള പിതാവാണ് ഈ ദൈവം. മാത്രമല്ല തൻ്റെ മക്കളോട് മനസ്സലിവുള്ള പിതാവാണ്. നാം വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസങ്ങളുടെ ദൈവമായ പിതാവ്. അപ്പം സർവാശ്വാസങ്ങൾ നൽകുവാനും നമ്മോട് മനസ്സലിവ് കാണിക്കുവാനും കഴിയുന്ന പിതാവ്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെ സ്വർഗസ്വനായ ഒരു പിതാവ് നമുക്കുള്ളത് കൊണ്ട് ഒന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഒന്നിൻ്റെ വിചാരം ആവശ്യമില്ല. കാരണം നമുക്ക് ജീവൻ നൽകിയിരിക്കുന്ന, നമുക്ക് ശരീരം നൽകിയിരിക്കുന്ന ഈ ദൈവത്തിന് നമുക്ക് ഉടുപ്പും നമുക്ക് ആഹാരവും എല്ലാം നൽകാൻ മതിയായവനാണ്. വയലിലെ പൂക്കളെ അണിച്ചൊടുക്കും ദൈവം, ആകാശത്തിലെ പറവകൾക്ക് ആഹാരം നൽകുന്ന ദൈവം, ഓരോന്നിനും അതിൻ്റെതായ ആഹാരം നൽകി പരിപാലിക്കുന്ന ദൈവം. ഈ ലോകത്തിൽ കാണുന്ന നൈമഷികമായ വസ്തുക്കളെ എത്ര മനോഹരമായിട്ട് അണിയിച്ചൊരുക്കുന്ന ദൈവത്തിന് തൻ്റെ മക്കളുടെ കാര്യത്തിന് കരുതലില്ലാതിരിക്കുമോ? ഒരിക്കലുമില്ല, കരുതുക തന്നെ ചെയ്യും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർത്തീകരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപികളായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമുക്ക് രക്ഷ ഒരുക്കി.
അങ്ങനെ ഒരുക്കി രക്ഷ പ്രാപിച്ചവരായ നമുക്ക് സ്വന്തം പുത്രനെ ആദരിക്കാതെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ പുത്രനെ അംഗീകരിച്ച് നമ്മളെ എത്ര അധികമായി കരുതാതിരിക്കും. നമുക്ക് ആ വിശ്വാസവും ആ ധൈര്യവും ആ പ്രത്യാശയും ഉണ്ടാകണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു. തെസ്സലോനിക്ക വിശ്വാസികൾക്കും പൗലോസിനും കൂടെയുള്ളവർക്കും പൊതുവായിട്ടുള്ള കാര്യം, യേശു ക്രിസ്തു ആരാണ്? അവിടുന്ന് കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും കർത്താവിനുള്ളതാണ്. നാം യേശു ക്രിസ്തുവിനെ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവായിട്ട് അംഗീകരിച്ചു. യേശുവിനെ കർത്താവെന്ന് നാം വായുകൊണ്ട് ഏറ്റു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി മുതൽ എൻ്റെ നിയന്ത്രണം, എൻ്റെ ഭാവി, എൻ്റെ തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ തീരുമാനങ്ങളാണ്. എൻ്റെ ജലത്തിനോ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കോ ഈ ലോകത്തിൽ കാണുന്നൊന്നും അല്ല എന്നെ നിയന്ത്രിക്കുന്നത്. ധനമോ മറ്റൊന്നുമല്ല, കർത്താവാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അവിടുന്നാണ് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ഒരു യജമാന് തൻ്റെ ദാസൻ എങ്ങനെ കാണുന്നു? ദാസൻ്റെ ഇഷ്ടമല്ല, യജമാൻ്റെ ഇഷ്ടമാണ് ദാസൻ്റെ ഇഷ്ടം. ദാസൻ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എവിടെ പോകണം, എവിടെ ഉറങ്ങണം, എന്ത് ആഹാരം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എല്ലാം യജമാനാണ് തീരുമാനിക്കുന്നത്. ദാസന് പ്രത്യേകമായ പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് യേശുവാണ്. യേശുവിനെ നാം കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സമ്പൂർണ്ണമായ കർത്തൃത്വം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് അംഗീകരിക്കാതെ യേശുവിനെ കർത്താവിൻ്റെ ഉത്സവമായി സ്വീകരിക്കാതിരിക്കുന്നവർ അന്ത്യന്യായ വിധിയുടെ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. പക്ഷേ ആ ന്യായവിധിയുടെ സമയത്ത് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ന്യായവിധിയുടെ സമയമാണ്, നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് ഇന്ന് ഏറ്റു പറയാത്തവർ ഇന്ന് യേശുവിനെ ഏറ്റു പറഞ്ഞ് സ്വീകരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഈ കർത്താവ് എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തുമാറാകട്ടെ. വഴിയൊരുക്കുന്ന ഒരു ദൈവമാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന, വഴിയറിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവനെ, വഴിയൊരുക്കുന്ന കഴിവുള്ള ഒരു ദൈവമാണ്. ഇതിൻ്റെ നമ്മളിതിൻ്റെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ എത്താനായിട്ട് ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ സാത്താൻ തടുത്തു. സാത്താൻ തടുത്ത വഴിയെ മുന്നോട്ട് കൊണ്ട് പൗലോസിന് കഴിയത്തില്ല. എന്നാൽ സാത്താൻ്റെ വഴിയെ തടഞ്ഞിരിക്കുന്ന വഴിയെ മാറ്റി വഴി തുറക്കാൻ കഴിയുന്ന ദൈവം, ഒരു പിതാവ്, ഒരു കർത്താവ് നമുക്കുണ്ട്. തൻ്റെ വഴിയിൽ നമ്മൾ നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ്. ഇസ്രായേൽ മക്കൾ ചെങ്കടൽക്കരയിൽ വന്നു നിന്നപ്പോൾ അവർക്ക് മുന്നോട്ട് വഴിയില്ലായിരുന്നു. എന്നാൽ ആഴിയിൽ പാതി ഒരുക്കി അവരെ ചെങ്കടലിൽ എത്തിച്ച കർത്താവ് ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവിടുന്ന് വഴിയൊരുക്കുവാൻ ശക്തനാണ്, വഴി നിരത്തുവാൻ ശക്തനാണ്, പുതിയ വഴികളെ തുറന്നു വരുവാൻ സഹായിക്കുന്നവനാണ്. വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്ന് നമ്മോട് അരുളി ചെയ്യുന്നവൻ അവിടുന്നാണ്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വിചാരങ്ങളെക്കാളും അവിടുത്തെ വിചാരങ്ങൾ, നമ്മുടെ വഴികളെക്കാൾ അവിടുത്തെ വഴികളും ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വഴിയൊരുക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ വഴി ഇതാവുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം നാം പിറകിൽ നിന്ന് കേൾക്കും. മാത്രമല്ല, ആ നിരപ്പായ വഴി നിരത്തിത്തരുന്ന വഴിയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പൗലോസിനും കൂടെയുള്ളവർക്കും തെസ്സലോനിക്കയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒരിക്കൽ അവർക്ക് വേണ്ടി വഴി തെസ്സലോനിക്കയിൽ ഒരുക്കി അവിടെ ചെന്ന് പ്രസംഗിച്ചു, ആളുകൾ രക്ഷിക്കപ്പെട്ടു, സഭയുണ്ടായി. എന്നാൽ ഇപ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ വഴി ഒരുക്കണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം വഴികളിൽ ആശ്രയിക്കാതെ നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചു കൊടുക്കാം. അവൻ നിന്റെ പാതകളെ നേരെയാവും. കർത്താവാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. ഈ ഭൂമിയിലും നമുക്ക് വഴി തുറക്കുവാനും നമുക്ക് നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാനും കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഒരു പിതാവ് നമുക്കുണ്ട്, ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അവിടുന്ന് വഴി നിരത്തിത്തരും. ആ വഴിയിലൂടെ നമുക്ക് ഈ പാലക്കാലം ജീവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.